ഫാറ്റി ലിവറിന് മരുന്നുണ്ടോ? ഉള്ളതായിട്ട് ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ എല്ലാവരും ഫാറ്റി ലിവറിന് മരുന്നിനായിട്ട് ഓടി നടക്കുന്നവരുണ്ട്. ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരുണ്ട്. ഫാറ്റി ലിവർ എല്ലാവർക്കും ഉണ്ട്. 100-ൽ 99% പേർക്കും ഫാറ്റി ലിവർ ഉണ്ട്. ഞങ്ങളും അനുഭവസ്ഥരാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. നമ്മൾ കൺട്രോൾ ചെയ്താൽ തീരാനുള്ളതേ ഉള്ളൂ. പിന്നെ അത് സിറോസിസിലേക്ക് പോകാതെ നമ്മൾ നോക്കണം. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആച്ചായന് ഫാറ്റി ലിവർ ആയിരുന്നു. ഫാറ്റി ലിവർ ഹൈ ആയി. അവർ പറഞ്ഞു ഒരു രക്ഷയൊന്നുമില്ല, ഇങ്ങനെ ഒരു 5-6 മാസമൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. കാലിൽ നീരുണ്ടോ, മൂത്രത്തിൻ്റെ കളർ എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലൊരു ധൈര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു 2-2.5 വർഷത്തോളം ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തതാണ്. ഡോക്ടറല്ല കേട്ടോ, ഹെൽപ്പറായിട്ട് കട്ടപ്പനയിൽ. അപ്പോൾ അവിടെ ഞാൻ ചെയ്ത പണി, ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ മരുന്നുകൾ അങ്ങനെ വെട്ടി അറിഞ്ഞു കൊടുക്കുക, ഓരോ കഷായത്തിന്, ലേഹ്യത്തിന്, എണ്ണയ്ക്കൊക്കെ വേണ്ടി. അപ്പോൾ തലമുടി വളരുന്നതിന് എന്താ മരുന്ന് ചേർക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ വൈറൽ ഗ്യാസിന് എന്താ മരുന്ന് ചേർക്കുന്നതെന്ന് അറിയാം. അവിടെ ദശമൂല അരിഷ്ടം, ജീരക അരിഷ്ടം എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഒട്ടുമിക്ക എല്ലാ കളികളും അവിടെ നിന്ന് ഞാൻ പഠിച്ചു. ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരളയിൽ കൊഴുപ്പടിയുന്നതാണ് അസുഖം. അത് കുറേ ആയിക്കഴിഞ്ഞ് നമ്മൾ ഈ വറുത്തതും പൊരിച്ചതും പുളിയുള്ളതും എരിവും ഒക്കെ ഒത്തിരി കഴിച്ചു കഴിയുമ്പം ഈ മുട്ട, മീൻ, ഇറച്ചി ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിയുമ്പം നമുക്ക് പിന്നെ അസുഖങ്ങളും അങ്ങനെ ഉണ്ടായിട്ട് ആ കൊഴുപ്പ് അതിലടിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റ് വെള്ളമൊക്കെ വയറിലോട്ട് ഇങ്ങനെ ഊറി വീഴുന്നത്. അതുവരെയൊക്കെ ആകാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ പലരും രോഗം കണ്ടുപിടിക്കാതെ ചികിത്സിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരാളിപ്പം മരിച്ചു. ആ രോഗം കണ്ടുപിടിച്ചില്ല. കുറേ ഗുളികകൾ കഴിച്ചു വേദനയ്ക്കുള്ള. അപ്പോഴാണ് പിന്നെ അറിയുന്നത്, അവർക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോഴാണ് അറിയുന്നത് അവർക്ക് ഫാറ്റി ലിവറാണ്, അവരുടെ കരളൊക്കെ തീർന്നു. അങ്ങനെയൊക്കെ വരാതെ നമ്മുടെ ആഹാരത്തിൽ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ചേർത്താൽ അത് മാറിപ്പോകാമെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ അനുഭവമാണ്. ഇവിടെ ഈ അച്ചായൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ 3 മാസമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ആഹാരത്തിൽ ഒരുപാട് നിയന്ത്രിച്ചു. ചോറൊക്കെ ശകലം കൊടുത്തു, മറ്റുള്ള വെജിറ്റബിളുകളൊക്കെ അരിഞ്ഞു കൊടുത്തു. പിന്നെ എന്താ പറയുക, ഞാൻ കൂടുതലും ഈ ചീര കണ്ടോ, ഇത് നമ്മളൊക്കെ നിസ്സാരമായിട്ട് കരുതും നമ്മുടെ പറമ്പിൽ നിൽക്കുന്നത്. ഈ ചീര ഞാൻ അധികം ആഹാരത്തിൽ ഉൾപ്പെടുത്തി. ഇത് ഇല ഇങ്ങനെ കൂമ്പലയായിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്ത് നമ്മൾ നിസ്സാരമാണ്. ഡോക്ടർമാർ പറയുന്ന ഗുളിക നമ്മൾ കറക്റ്റായിട്ട് കഴിക്കും. പക്ഷെ നമ്മൾ ഈ ആഹാരത്തിൽ ഈ സാധനം ഉൾപ്പെടുത്തിയാൽ പിറ്റേ ദിവസം ഫാറ്റി ലിവർ കുറയും എന്നല്ല പറഞ്ഞത്. കൂടുതലും നമ്മൾ ആഹാരത്തിൽ പച്ചിലകൾ ഉൾപ്പെടുത്തി, ക്യാരറ്റ്, കുമ്പളങ്ങയൊക്കെ തോരൻ വെച്ച് കൂട്ടണം. കുമ്പളങ്ങ ഒക്കെ കൂട്ടിക്കഴിഞ്ഞ് പിന്നെ ഞാനൊരു വാഴപ്പിണ്ടിയുടെ വീഡിയോ ഇട്ടിരുന്നു, വാഴപ്പിണ്ടി നീരെടുക്കുന്നത്. അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ താനെ ഇല്ല. പിന്നെ ഞങ്ങൾ ചെന്ന് ഒരു വർഷം കഴിഞ്ഞ് 3 മാസം കൂടെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞ് എന്ന് ഞങ്ങൾ നോക്കിയപ്പം ഫാറ്റി ലിവർ കുറവാണ്. അത് ഞങ്ങൾ വിചാരിച്ചതിനൊക്കെ താഴത്തെ ലെവലിലായി. പറഞ്ഞ അതിശയമാണ്. അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇപ്പോൾ പരിശോധിക്കാൻ വന്നേ, ഫാറ്റി ലിവർ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആഹാരത്തിൽ എല്ലാവരും ഇത് ഉൾപ്പെടുത്തുക, പച്ചിലകൾ കൂടുതൽ കഴിക്കുക. ഫാറ്റി ലിവർ ഉള്ളവരൊന്നും ഭയപ്പെടണ്ട. നമ്മുടെ ആഹാരത്തിൽ നമുക്ക് നിയന്ത്രിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കൊച്ചു അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വരാം. എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, എൻ്റെ പേജ് ഫോളോ ചെയ്യുക.